ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നമ്മളൊക്കെ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ. പലരും പൂന്തോട്ടങ്ങളുണ്ടാക്കും, ചിലർ ഫലത്തിൻ്റെ തോട്ടം തന്നെയായിട്ടുണ്ടാക്കും. അങ്ങനെ മനുഷ്യൻ പല രീതിയിലുള്ള പൂന്തോട്ടങ്ങളുണ്ടാക്കും. എന്നാൽ യഹോവയായ ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി എന്നുള്ളത് കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് നമുക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. യഹോവയായ ദൈവം ഒരു തോട്ടം ഉണ്ടാക്കിയത് കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും ആ തോട്ടത്തിലുണ്ടാക്കി. അപ്പോൾ ആ തോട്ടത്തിൻ്റെ ഭംഗി ഒന്ന് ഓർത്തേ. കാണുവാൻ നല്ല ഭംഗിയും തിന്മാൻ നല്ല ഫലങ്ങളുമുള്ളതായിട്ടുള്ള ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു തോട്ടത്തിൻ്റെ നടുവിൽ 2 സ്പെഷ്യൽ വൃക്ഷം ഉണ്ടാക്കി. 2 സ്പെഷ്യൽ വൃക്ഷം. എല്ലാ വൃക്ഷത്തിൻ്റെ ഫലവും ഭംഗിയുള്ളതും തിന്മാൻ നല്ലതുമാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ 2 വൃക്ഷം ഉണ്ടാക്കി. ഒന്ന് ജീവവൃക്ഷവും, രണ്ടാമത്തത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും. ഇതെല്ലാം യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചതാണ്. യഹോവയായ ദൈവം വൃക്ഷം നിലത്തു നിന്ന് മുളപ്പിച്ചു. അതിലെല്ലാം നിറച്ചും ഫലം നിറഞ്ഞു കിടക്കുകയാണ്. ഒരു തോട്ടത്തിൽ എല്ലാ വൃക്ഷങ്ങളും, ഒത്തിരി വെറൈറ്റി വൃക്ഷങ്ങളുണ്ട്. നമുക്ക് അറിയാൻ പാടില്ലാത്ത തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. അതെല്ലാം ഭംഗിയുള്ള വൃക്ഷങ്ങളായിരുന്നു, നല്ല ഫലമുള്ളതുമായ വൃക്ഷങ്ങളായിരുന്നു. അതുപോലെ അതിൻ്റെ ഫലം തിന്മാൻ നല്ല രുചിയുള്ളതായിരുന്നു. അപ്പോൾ യഹോവയായ ദൈവം ഇതെല്ലാം ഉണ്ടാക്കി. അതിനുശേഷം തോട്ടം നനപ്പാനായിട്ട് അന്ന് മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ മഴ പെയ്യാതെ വെള്ളം വേണ്ടേ? അപ്പോൾ തോട്ടം നനപ്പാനായിട്ട് ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായിട്ട് ഉണ്ടാക്കി. ദൈവം ഉണ്ടാക്കിയ തോട്ടത്തിൻ്റെ പേരായിരുന്നു ഏദൻ തോട്ടം. അപ്പോൾ ആ തോട്ടത്തിൽ നിന്നൊരു നദി പുറപ്പെട്ടു. ആ തോട്ടത്തിൽ തന്നെ ഒരു നദി ഉണ്ടായിരുന്നു. അത് 4 ശാഖയായിട്ട് അങ്ങ് പിരിഞ്ഞു. ഒന്നാമത്തെ പീച്ചോൻ എന്നു പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുള്ള ദേശം. ആ ദേശത്തിൻ്റെ പൊന്ന് മേത്രവുമാകുന്നു. അവിടെ ഗുൽഗുലും ഗോമേദകവും ഉണ്ട്. അപ്പോൾ ഏദൻ തോട്ടത്തിൻ്റെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 2-ാം നദിക്ക് ഗീക്കോൻ എന്നു പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. അത് അശ്ശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. 3-ാം നദിക്ക് ഹിദ്ദക്കേൽ എന്നു പേർ. 4-ാം നദി ഫ്രാത്ത് ആകുന്നു. അതിനുശേഷം യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ട് ഏദോൻ തോട്ടത്തിലേക്ക് പോയി. അവനെ ഏദോൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കിയിട്ട് ഏദോൻ തോട്ടത്തിൽ അവനെ അനുഗ്രഹിച്ചു. വെറുതെ ആക്കിച്ചു പോരുമല്ല ദൈവം ചെയ്ത്, അവനെ അനുഗ്രഹിച്ചിട്ട് അവനോട് പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം, ഈ ഭൂമിയിൽ നിറയണം, അതിനെ അടക്കണം, സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിമേലും സകല ഭൂചര ജന്തുവിന്മേലും നിങ്ങൾ വാഴുവിൻ എന്ന് പറഞ്ഞു. സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഈ ലോകത്ത് വാഴുവാൻ വേണ്ടിയാണ്. അത് ഈ ലോകത്തിലുള്ള മത്സ്യവും പർവ്വജാതിയും ഭൂചരജന്തുവിന്മേലൊക്കെ വാഴുവാനായിട്ടാണ് ദൈവം മനുഷ്യനെ കൊണ്ടുവന്ന് ഏദോൻ തോട്ടത്തിലാക്കിയത്. അതിനുശേഷം അവനോട് പറഞ്ഞു, ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലവും കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ നിങ്ങൾക്ക് ഭക്ഷിപ്പാനായിട്ട് ഞാൻ തന്നിരിക്കുന്നു. എത്ര മനോഹരമായ ഒരു വാസമായിരുന്നു അതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെ കൂടെ യഹോവയായ ദൈവം ഒരു കാര്യവും കൂടെ പറഞ്ഞായിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു, ഈ തോട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വേല ചെയ്യണം.
മടിയന്മാരായിട്ടിരിക്കാനായിട്ട് കർത്താവിന് ഇഷ്ടമില്ല. അധ്വാനിക്കുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം. വേല ചെയ്യണം, അതിനെ കാക്കുകയും ചെയ്യണം. അങ്ങനെ 2 ജോലി അവർക്ക് കൊടുത്തു. അതിനുശേഷം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവരോട് പറഞ്ഞു. എന്താണെന്നറിയാമോ കുഞ്ഞുങ്ങളെ? പറഞ്ഞത് അതാണ് നമ്മളിന്ന് പഠിച്ച വാക്യം. അത് നമുക്കൊന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17 വാക്യം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ കർത്താവ് ഒരു കണ്ടീഷൻ അവർക്ക് കൊടുത്തു. വൃക്ഷത്തിൻ്റെ നടുക്ക് നമ്മൾ കണ്ടു ഭംഗിയുള്ള ഫലങ്ങളാണ്, അതുപോലെ തന്നെ നല്ല രുചിയുള്ള ഫലങ്ങളാണ് ആ തോട്ടത്തിലുള്ളത് നിറച്ചും. അതെല്ലാം ഇഷ്ടം പോലെ തിന്നാം. അതിൻ്റെ ആ തോട്ടത്തിൻ്റെ നടുവിൽ 2 വൃക്ഷമുണ്ട്. ജീവവൃക്ഷമുണ്ട്, നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷവുമുണ്ട്. ജീവവൃക്ഷത്തിൻ്റെ ഫലം അവർക്ക് ഇഷ്ടം പോലെ തിന്നാം. അവരെന്നേക്കും ജീവിക്കും ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നില്ലെങ്കിൽ അവർക്ക് എന്നേക്കും ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. അതും ദൈവം പറഞ്ഞു. ജീവവൃക്ഷം ഉണ്ടെന്ന് പറഞ്ഞു. അതിനോടൊപ്പം പറഞ്ഞു നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലവുമുണ്ട്. ആ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയിട്ട് നമ്മളോട് ചില നന്മകൾ, സന്തോഷങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ, പാപം ഈ ലോകത്തിലുണ്ട്. അത് നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെങ്ങനെയാണ് നന്മ മാത്രം ചെയ്തുകൊണ്ട്, നല്ലത് മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ ജീവിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതിൽ നിന്ന് അനേക പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട്, യഹോവ കരുതുന്ന ദൈവമാണ്. അവൻ മനുഷ്യന് വേണ്ടി ഒരു നല്ല തോട്ടമുണ്ടാക്കി. രണ്ടാമതായിട്ട്, ദൈവം നമ്മളിൽ നിന്ന് നാം അധ്വാനിക്കുന്നവരായിട്ട് തീരണമെന്നുള്ളതാണ്. വേല ചെയ്യാതിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. രണ്ടാമതായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് നാം അധ്വാനിക്കുന്ന മനുഷ്യരായിട്ട് ജീവിക്കണമെന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, നമുക്ക് ദൈവം ഒരു ചുമതലകൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ തോട്ടം കാക്കണം, അതുപോലെ തന്നെയല്ല നിങ്ങൾ വാഴണം. ഇങ്ങനെ 2 റെസ്പോൺസിബിലിറ്റി നമുക്ക് ആദാമിനും ഹവ്വയ്ക്കും കൊടുത്തു. ഇത് നമുക്കും അനേക റെസ്പോൺസിബിലിറ്റി ദൈവം തന്നിട്ടുണ്ട്. അതെല്ലാം നാം വിശ്വസ്തയോടുകൂടി ചെയ്യുന്നവരാണ്. നാലാമതായിട്ട് ദൈവം അവരോട് ഒരു ചോയ്സ് കൊടുക്കുകയാണ്. ജീവവൃക്ഷമുണ്ട്, ഫോർബിഡൻ ഫ്രൂട്ടുമുണ്ട്. ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യണത് എന്നുള്ളൊരു ചോയ്സ്, മനുഷ്യനൊരു കമ്പ്യൂട്ടറായിട്ടല്ല, ചോയ്സുള്ള ഫ്രീ വില്ലോടുകൂടിയുള്ളൊരു വ്യക്തിയായിട്ട് ആണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് കർത്താവേ, ഒരു നല്ല സ്റ്റോറി, നല്ലൊരു പാഠം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട്, ദൈവത്തിന് പ്രസാദമുള്ളവരായിട്ട്, അധ്വാനിക്കുന്നവരായിട്ട് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ്, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം. ടെംപ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. നല്ലത് മാത്രം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ, ബൈ ബൈ.